വടക്ക് വീടാണ്, ഒരു ബാത്റൂം കിച്ചൻ്റെ അടുത്ത് ആയതുകൊണ്ട് യൂസ് ചെയ്യാതെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്ക് ശരിയാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ നമ്മൾ കണ്ടൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ഒരൊറ്റടിക്ക് ഇംപ്ലിസിറ്റായിട്ട് ഒരാൾ പെട്ടെന്ന് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമുക്ക് നെഗറ്റീവ് ഇല്ല എന്നുള്ളത് കൊണ്ട് പോസിറ്റീവ് കിട്ടണമെന്നില്ലല്ലോ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. തുളസി എന്ന ചെടി എവിടെ വേണമെങ്കിലും വയ്ക്കാം. തുളസി തറയായിട്ട് ചെയ്ത് അതിനൊരു ആരാധന ബിംബമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ജോലി കിട്ടാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ എത്ര വാസ്തു ശരിയാക്കിയാലും കാര്യമില്ല. ജ്യോതിഷം പോലെ 100% തട്ടിപ്പല്ല. എന്നാലും ജോലി, ആരോഗ്യം, അതിലേക്കൊന്നും വാസ്തുവിനെ അധികമായി വലിച്ചെടുക്കരുത്. ഈ പറഞ്ഞ സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ആവശ്യമുള്ളത് നേടിത്തരുന്നത് നമുക്ക് പോസിറ്റീവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്തതിന് നമുക്ക് നെഗറ്റീവ് ഒന്നും പറയാം. പലരും അടുത്ത് ചോദിക്കാറുണ്ട്, അപ്പോൾ ഈ പൂജാമുറി ബാത്റൂമിൻ്റെ വാതിലിൽ ചേർന്ന് വന്നാൽ കുഴപ്പമുണ്ട്. അർത്ഥം കാക്ഷിക്കരുതെന്നെങ്കിലും നമ്മുടെ ഭാരതത്തിലൊരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രമൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പൈസ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നൊന്നും നമ്മുടെ ശാസ്ത്രം തൽക്കാലം അത് നിരാകരിക്കുക എന്നുള്ളത് തന്നെ, അല്ലെങ്കിൽ ആ കമൻറ്റിന് ഞാനത് തള്ളിക്കളയുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇദ്ദേഹം പറയുന്ന 100% തട്ടിപ്പല്ല എന്ന്, അസ്ട്രോളജിയെ പോലെ 100% തട്ടിപ്പല്ല. അസ്ട്രോളജി 100% തട്ടിപ്പാണെന്ന് നിങ്ങളുടെ ആരാണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഒരു വിശ്വാസമായിരിക്കാം. ആ വിശ്വാസത്തിനെ ഒരു ജനറൽ തിയറിയാക്കി മാറ്റണ്ട. ഹായ്, നമസ്കാരം. വാസ്തുവിദ്യൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ അധ്യായം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഈ കമൻസിനാണ്. കമൻസിൻ്റെ ആൻസറുകൾ പറയാനായിട്ട് കുറേ കമൻസുകൾ കഴിഞ്ഞ് കുറച്ച് വീഡിയോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് കമൻസിൻ്റെ ആൻസറുകൾ ഞാനിപ്പോൾ പറയാം. അപ്പം അതിൽ ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്, ചിലത് തീരെ പ്രസക്തമല്ലാത്തതും ഉണ്ട്. അപ്പം ഇതിൽ ചിലരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് തെറ്റാണ്, അത് ശരിയാണെന്നൊക്കെ പറയും. അതെല്ലാം അവരുടെ അഭിപ്രായങ്ങളായിട്ട് മാത്രം ഞാൻ എടുക്കുന്നതാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ശരിയാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവത്തിലൂടെ നമ്മൾ കണ്ടൊരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ഒരൊറ്റടിക്ക് ഇംപ്ലിസിറ്റായിട്ട് ഒരാൾ പെട്ടെന്ന് തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി വീണ്ടും താഴെ ഒരു കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയോ ഒന്നും. ഇനി ഒന്നാമത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പർപ്പസിലല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാം ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വാസ്തു എന്ന സബ്ജക്റ്റിനെ കൂടുതൽ അടുത്തറിയാനും വാസ്തു എന്ന ജീവിത രീതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശാസ്ത്രമെന്ന് മാത്രമല്ല, വാസ്തു ഒരു ജീവിത രീതി കൂടിയാണ്. ആ ജീവിത രീതിയിൽ ബെനിഫിഷ്യലായിട്ട് മാറിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർ എഴുതപ്പെട്ടതുമായിട്ടുള്ള ശാസ്ത്രങ്ങളും എഴുതാതിരിക്കുന്ന കാര്യങ്ങളും അനുഭവത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും പുതിയ കാലങ്ങളിൽ നടക്കുന്ന വാസ്തു റിസർച്ചിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കത് പകർന്നു കിടക്കുക എന്നുള്ളൊരു മിഷനാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. പക്ഷേ നിങ്ങളുടെ അഭിപ്രായമായിട്ട് മാത്രമേ തൽക്കാലം അതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഒരു ഡിബേറ്റിനൊന്നും ഒരിക്കലും എനിക്ക് ഒന്നാമത് അത് ചെയ്യാനായിട്ടുള്ള ഒരു ടൈമില്ല. കാര്യം നമ്മൾ വീഡിയോകൾ കൂടുതൽ കണ്ടന്റ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഓരോരുത്തരുടെ അഭിപ്രായത്തിനെയും ചിലർ വിളിച്ച് പലരും ചോദിക്കാറുണ്ട്, സാർ അത് അങ്ങനെ പറഞ്ഞത് ശരിയല്ല, ഇങ്ങനെ അല്ലേ അതിൻ്റെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ശരി, അവർക്ക് എവിടെ നിന്നെങ്കിലും ഒരു നോളജ് കിട്ടിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് സ്പ്രെഡായിട്ടുള്ളൊരു നോളജ് ഇതാണ് വാസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ പല രീതിയിലും ആളുകൾ പലതും പറയാറുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും എഞ്ചിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തി മാത്രമാണ് വാസ്തു കൂടുതൽ സംസാരിക്കുന്നത്. കാര്യം എന്നെ സംബന്ധിച്ചുള്ളത് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു അംശമായിട്ട് തന്നെയാണ്. അംശം എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് വാസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറയുന്ന ഒരു കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ഒരു രീതിയിൽ മാത്രമാണ് ഞാനത് നോക്കിക്കാണുന്നത്. ഇപ്പോൾ അതിനകത്ത് കമൻറ്റുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ശ്രദ്ധേയമായ ചില കമൻറ്റുകൾക്കുള്ള റിപ്ലൈ ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കമൻ്റ് ഉള്ളത്, വടക്ക് വീടാണ്, ഒരു ബാത്റൂം കിച്ചൻ്റെ അടുത്ത് ആയതുകൊണ്ട് യൂസ് ചെയ്യാതെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ ബാത്റൂം ലോക്ക് ചെയ്തിടുക എന്ന് പറയുന്നത് അത് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. വാസ്തുവിൻ്റെ ആംഗിളിൽ പറഞ്ഞു കഴിഞ്ഞാൽ
അതിലിപ്പം അവിടെ അത് സ്ഥാനത്താണോ അല്ലയോ അസ്ഥാനത്തായത് കൊണ്ടാണോ അത് ഉപയോഗിക്കാത്തത് എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് വാസ്തുവിൻ്റെ എഫക്റ്റുകൾ കൂടുതൽ വരുന്നത്. അപ്പം നമ്മളവിടെ ഉണ്ടായി പോയി എന്ന് പറഞ്ഞുകൊണ്ടൊരു സ്ഥാനദോഷം അതിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് വരണമെന്നില്ല. അപ്പം ഞാൻ എപ്പോഴും പറയും, നമ്മളിപ്പോൾ ജനൽ ഒരു സ്ഥലത്ത് കൊടുക്കാൻ പറഞ്ഞാൽ ജനൽ തുറന്നിട്ടാൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് വരുള്ളൂ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ബാത്റൂമുണ്ട്. ബാത്റൂം അടച്ചിട്ട് കഴിഞ്ഞാൽ അതൊരു ബാത്റൂം അല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ യൂസേജിൽ വന്നാൽ ഫങ്ഷണൽ എലിമെൻറ്റിന് മാത്രമാണ് വാസ്തു കൂടുതൽ പരാമർശിച്ച് കാണുന്നത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫങ്ഷണലാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഒന്നാമത്തെ ചോദ്യം ഞാൻ കണ്ടത്. അടുത്തൊരു ചോദ്യം, ഇടവം രാശിയിൽ വീടിൻ്റെ മുന്നിൽ തുളസിത്തറയുണ്ട്, അവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട്, അടുക്കളയുടെ മുന്നിലായിട്ട് വരും, ദോഷമുണ്ടോ ഗുണമുണ്ടോ? നോർത്ത് ഫേസിങ് ഹൗസാണ്, നോർത്തിൽ കാർ ഷെഡ് ഉള്ളത് കൊണ്ട് വെയിൽ കിട്ടില്ല, അതുകൊണ്ട് ഇടവൻ രാശിയിൽ അടുക്കള വാതിലിന് മുന്നിൽ വെച്ചു. അപ്പോൾ ഇടവൻ രാശിയിൽ തുളസിത്തറ വയ്ക്കേണ്ടത് എപ്പോഴും മീനൻ രാശിയിൽ ആ ഭാഗത്ത്, അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്ത്, അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പം ഇത് തെക്കോട്ടുള്ള ഭാഗത്തേക്ക് നീങ്ങിയത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ അഗ്നികോണിന് തൊട്ടിപ്പുറത്തായിട്ടുള്ള ഒരു സെക്ടറിലേക്കാണ് ഇത് വരുന്നത്. അപ്പോൾ അത് ഗുണമോ ദോഷമോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണങ്ങൾ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തുളസിത്തറ എന്ന സംബന്ധം കിഴക്ക് ഭാഗത്തോ, അല്ലെങ്കിൽ കിഴക്ക് ഭാഗമാണ് അതിൻ്റെ മുഖ്യമായ സ്ഥാനം. ഇനി അതിന് കിഴക്ക് ഭാഗത്തു നിന്ന് മാറ്റി നമ്മൾ വടക്ക് ഭാഗത്ത് കൊണ്ടുപോയാൽ പിന്നെയും ഓക്കെയാണ്. പക്ഷേ തുളസിത്തറയുടെ അതിൻ്റേതായിട്ടുള്ള വാസ്തു ഗുണങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിളക്കൊക്കെ വെച്ച് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കിഴക്ക് ഭാഗത്ത് വയ്ക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇപ്പം വടക്ക് ഭാഗത്തൊരു ഓപ്ഷനായിട്ട് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ഭാഗത്തോ നമ്മൾ അങ്ങനെ വയ്ക്കാറില്ല. അപ്പം തുളസി എന്ന ചെടി എവിടെ വേണമെങ്കിലും വയ്ക്കാം. തുളസി തറയായിട്ട് ചെയ്ത് അതിനൊരു ആരാധന ബിംബമാക്കി മാറ്റുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് പ്രത്യേകിച്ച് വാസ്തു നിഷ്കർഷയുണ്ട്. തുളസിത്തറ ചെയ്യുന്നതിന് കൃത്യമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ പാറ്റേൺ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പാലിക്കേണ്ടത് ഈ പറഞ്ഞ കിഴക്ക് വശത്ത് തുളസിത്തറ കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ്. പിന്നെ ഫ്രണ്ടിൽ പണ്ട് ചില സ്ഥലങ്ങളിൽ പല ദർശനത്തിലിരുന്ന വീടുകളിൽ ആ ഫ്രണ്ട് ഭാഗത്ത് തന്നെ നടവാതിലിന് നേരെ തുളസിത്തറ കൊടുത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നതിലും കുറവായിരിക്കും, പക്ഷേ പോസിറ്റീവ് എഫക്റ്റ് കൂടുതൽ കിട്ടുന്നതാണ് നമുക്ക് ആവശ്യം. നമുക്ക് നെഗറ്റീവ് ഇല്ല എന്നുള്ളത് കൊണ്ട് പോസിറ്റീവ് കിട്ടണമെന്നില്ലല്ലോ. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഇത് തന്നെ ഒരു വലിയൊരു കോൺസെപ്റ്റാണ്. ഇത് നമ്മൾ എന്താണ് പോസിറ്റീവ്, എന്താണ് നെഗറ്റീവ്, പോസിറ്റീവ് ഇല്ലാതെ നെഗറ്റീവ് ഉണ്ടോ, നെഗറ്റീവ് ഇല്ലാതെ പോസിറ്റീവ് ഉണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചർച്ചാ വിഷയമാവുന്ന കാര്യമാണ്. നമുക്ക് ആവശ്യമുള്ളത് നേടിത്തരുന്നത് നമുക്ക് പോസിറ്റീവ് ആണെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ നമുക്ക് ആവശ്യമില്ലാത്തതിന് നമുക്ക് നെഗറ്റീവ് എന്നും പറയാം. ഇനി അത് ഏത് കോൺസെപ്റ്റിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നതിനനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ദോഷമൊന്നും വരില്ല. ഈ പറഞ്ഞല്ല ദോഷം ഭാഗമൊന്നുമില്ല ഇതിനകത്ത്. തുളസി ആരാധിക്കുന്നത് കൊണ്ട് അത് എവിടെ വെച്ച് ആരാധിച്ചാലും അതിന് ഗുണമേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ അതത്ര അഭികാമ്യമായ സ്ഥാനങ്ങളിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഈ ഒരു വെയിൽ കിട്ടാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ്, കാർ പോർച്ച് ഉള്ളത് കൊണ്ട് വെയിൽ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ വെച്ചെന്നൊരു ഈ ഇതിൽ പറയുന്നുണ്ട്. അപ്പം അതൊരു സാങ്കേതികമായ കാര്യമാണ്. അപ്പം നമുക്ക് അത്തരത്തിൽ തുളസിത്തറയെ അതിൻ്റെ യഥാർത്ഥ സ്ഥാനങ്ങളിൽ കൊടുക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം പൊതുവെ. ഇനി വേറെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ചിലർ നന്ദി പ്രകടിപ്പിച്ചു. ഇപ്പോൾ ടെൻഷൻ കുറയ്ക്കാനുള്ള വീഡിയോ, ഉറക്കം കിട്ടാനുള്ള വീഡിയോ എന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടുള്ള കമൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യമാണ്. അടുത്ത ചോദ്യം, സാർ, വീടിൻ്റെ വരാന്തയുടെ അറ്റത്ത് ഈശാന കോൺ ഭാഗത്തായി ഒരു ബെഡ്റൂമുണ്ട്. അത് വീട്ടിന് വെളിയിലായതുകൊണ്ട്, അതായത് വരാന്തയിലായതുകൊണ്ട് നമുക്ക് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പൂജാമുറിയായിട്ട് എടുത്തിരിക്കുകയാണ്. ഒരു മുറി മുഴുവൻ പൂജാമുറി ആയതുകൊണ്ട് എനിക്ക് സാധനങ്ങൾ എടുത്തു വയ്ക്കാനുള്ള സൗകര്യമില്ല. പൂജാ സ്പേസ് ആ മുറിയിൽ നിന്ന് മാറ്റി വേറെ ഏത് ഭാഗത്താണ് വയ്ക്കാൻ അനുകൂലമായിട്ടുള്ളത്? ഹാളിലൊരു സ്പേസ് ഉണ്ട്, പക്ഷേ അതൊരു ബെഡ്റൂമിലെ എൻട്രൻസ് ഡോറിൻ്റെ സൈഡ് ഭാഗത്ത് വരുന്ന ചുമരാണ്. അതായത് പൂജാ സ്പേസിൻ്റെ പുറകുവശം ബെഡ്റൂമാണ്. ആ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളതാണ്. അവിടെ പൂജാ സ്പേസ് ആക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ട്? ഇതൊരു നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചില മെസ്സേജ് ഒന്നും ഒരുമിച്ചൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം മനസ്സിലാവും. ഒന്ന്, പൂജാമുറിയായിട്ട് വെളിയിൽ വരാന്തയിൽ നിന്ന് എൻട്രി കൊടുത്ത് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീടിൻ്റെ പൂജാമുറി എന്ന് പറയുന്നത് വീടിൻ്റെ ഒരു ഭാഗമായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു പ്രാർത്ഥനാ സ്പേസ് അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സ്പേസ് എന്നുള്ള കോൺസെപ്റ്റാണ്. അല്ലാതെ ഒരു ക്ഷേത്രത്തിൻ്റെ
പരിവേഷം അല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ വീട്ടിലെ പൂജാമുറികൾക്ക് കൊടുക്കേണ്ടത്. അപ്പം നമ്മുടെ തന്നെ ഒരു ഭാഗമായിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളത് ചെയ്യേണ്ടത്. അങ്ങനത്തെ ഒരു ആംഗിളിൽ കാണുമ്പോൾ വെളിയിൽ നിന്നൊരു എൻട്രി കൊടുത്തൊരു പൂജാമുറി കൊണ്ടുവന്നാലുള്ള പ്രശ്നം അതൊരു ക്ഷേത്രത്തിൻ്റെ എഫക്റ്റ്, ഒരു പ്രത്യേക എൻട്രി വന്നാൽ ഒരു ക്ഷേത്രത്തിൻ്റെ എഫക്റ്റ് വരുന്ന ഒരു അവസ്ഥയുണ്ട് അതിനകത്ത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള എൻട്രി ഒഴിവാക്കുന്നതാണ് നല്ലത്. അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ തന്നെ വീടിന് ഉള്ളിൽ നിന്ന് അകത്തോട്ട് കയറുന്ന രീതിയിലുള്ള ഡോറ് വേണം അവിടെ കൊടുക്കാൻ. ഇനി അതല്ല ഇദ്ദേഹത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ പൂജാമുറി അവിടെ മാറ്റി വേറൊരു ഷിഫ്റ്റ് ആൾട്ടർനേറ്റ് പൊസിഷൻ പോകുമ്പോഴത്തേക്കും ബെഡ്റൂമിന് അടുത്തായി പോകുന്നു, ആ ബെഡ്റൂമിൽ ടോയ്ലറ്റ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതൊന്നൊരു വിഷയമേ അല്ല ശരിക്കും പറഞ്ഞാൽ. പൂജാമുറി സംബന്ധിച്ചിടത്തോളം അതൊരു യുണീക്ക് സ്പേസാണ്. ബാത്റൂം വീടിനകമെന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ദൈവം പലരും ഇതിൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ പൂജാമുറി ബാത്റൂമിൻ്റെ വാതിലിൽ ചേർന്നു എന്നാൽ കുഴപ്പമുണ്ട്. ഈ ബാത്റൂം എന്ന് പറയുന്നതും ഈ ദൈവികമായിട്ടുള്ള നമ്മുടെ ഒരു കോൺസെപ്റ്റിൽ ദൈവമില്ലാത്തൊരു സ്ഥലം പറയൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ സ്ഥലം പറയാൻ പറ്റില്ല. കാര്യം എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ബാത്റൂമിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു വീട്ടിൽ പൂജാമുറി ചിന്തിക്കുന്നത് തന്നെ ഞാനിപ്പോൾ ആലോചിക്കണം, അതിനകത്തൊരു യുക്തിയില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മുടെ ഒരു പ്രാർത്ഥനാ സ്പേസ് അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറി എന്ന കോൺസെപ്റ്റിൽ എടുക്കുമ്പോൾ നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും ആവാം. കഴിയുന്നതും വീട്ടിലെ പൂജാമുറി എന്ന് പറഞ്ഞ് പൂജാ സ്പേസ് എന്ന് പറയുന്ന വീട്ടിലേക്ക് എല്ലായിടത്തേക്കും ദർശനം കിട്ടുന്ന രീതിയിൽ ആ രീതിയിൽ വേണമെന്നേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കുക. എല്ലായിടത്തേക്കും ദർശനം കിട്ടുന്ന രീതിയിൽ എല്ലായിടത്തേക്കും എനർജി നമുക്ക് ആ സാന്നിധ്യം ഫീൽ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ആ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ സാന്നിധ്യം കിട്ടിക്കഴിഞ്ഞാൽ പൂജാമുറിയുടെ ഫംഗ്ഷനായി. ഇതാണ് അതിനകത്ത് മെയിനായിട്ട് പറയാനുള്ളത്. ഇപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, സീലിംഗ് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഹൈറ്റ് കുറഞ്ഞാലും പ്രശ്നമാണോ? ഹൈറ്റ് കുറഞ്ഞ സീലിംഗ് നോർത്തിലാണോ വരേണ്ടത്? തീർച്ചയായിട്ടും ഹൈറ്റ് കുറഞ്ഞ സീലിംഗ് എപ്പോഴും നോർത്തിലാണ് വരേണ്ടത്. നോർത്തിലേക്കാണ് താഴ്ച വരേണ്ടത്. സീലിംഗ് ഇൻറ്റീരിയർ ചെയ്യുമ്പോൾ ഹൈറ്റ് ഒരുപാട് കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇതിനകത്തൊരു ഡയമെൻഷനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കൊരു വീഡിയോ പറഞ്ഞു, 3.66 ആണ് ശരിക്കും നമുക്ക് വേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ 3 മീറ്ററാണ് ഇപ്പോൾ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ 3.6ലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹൈറ്റ് കുറയ്ക്കും തോറും അതിൻ്റെ വാസ്തുവിൻ്റെ ഒരു 3 ഡയമെൻഷണൽ ആംഗിളിൽ നോക്കുമ്പോൾ അതിൻ്റെ വാസ്തുവിൻ്റെ ഒരു ജിയോമെട്രിയിൽ നമുക്ക് വളരെ നെഗറ്റീവായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഹൈറ്റുകൾ കുറയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി സീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന ഭാഗം ഈ പറഞ്ഞ നോർത്ത് ഭാഗത്താണ് ഏറ്റവും താഴ്ന്നിരിക്കേണ്ടതും ശരിയാണ്. വാസ്തു എന്നത് പണ്ടത്തെ എഞ്ചിനീയറിംഗ് ആണ്. അതിലേക്ക് വിശ്വാസം കലർത്തി മലിനമാക്കി ജോലി കിട്ടാൻ വേണ്ടി ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ എത്ര വാസ്തു ശരിയാക്കിയാലും കാര്യമില്ല. ജ്യോതിഷം പോലെ 100% തട്ടിപ്പല്ല. എന്നാലും ജോലി, ആരോഗ്യം, അതിലേക്കൊന്നും വാസ്തുവിനെ അധികമായി വലിച്ചെടുക്കരുത്. ഈ പറഞ്ഞ സഹോദരനോട് അല്ലെങ്കിൽ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് വാസ്തു എഞ്ചിനീയറിംഗ് ആണെന്ന്. അപ്പോൾ വാസ്തു എഞ്ചിനീയറിംഗ് ആണ്, അപ്പോൾ എഞ്ചിനീയറിംഗിൻ്റെ രീതിയിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. പിന്നെ അതിൽ വിശ്വാസം എവിടെയാണ് കലർത്തുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പോയിൻ്റ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ റിസൾട്ട് എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. അത് കുറച്ച് ആളുകൾക്കെങ്കിലും അനുഭവം ഉണ്ടാവാതെ ഒരിക്കലും നമ്മളത് പറയില്ല. അപ്പോൾ വിശ്വാസത്തിൻ്റെ എലിമെൻ്റ് കണക്കുന്ന വിശ്വാസം മലിനമാണോ? എല്ലാം വിശ്വാസമല്ലേ. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം എന്ന് പറഞ്ഞ വാക്ക് വരുമ്പോൾ ഉടനെ തന്നെ അത് മലിനമാവുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്പം ഞാൻ നിങ്ങളോട് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതല്ല, ഇത്തരത്തിൽ ഉള്ള ഒരു കമൻറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ എലിമെൻ്റ് കലർത്തി, വിശ്വാസം തന്നെയാണ് എല്ലാം, അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാം വിശ്വാസത്തിൻ്റെ പുറത്ത് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസം ഉണ്ടായിപ്പോയത് കൊണ്ട് അത് തെറ്റാണ്. വാസ്തു വിശ്വാസത്തിൻ്റെ ഭാഗം തന്നെയാണെന്നുള്ളത് മനസ്സിലാക്കുക. വാസ്തു എഞ്ചിനീയറിംഗ് ആണ്, ടെക്നോളജി പഴയ ടെക്നോളജിയാണ്, അല്ലെങ്കിൽ പഴയ ആർക്കിടെക്ചറാണ്. വാസ്തു ജ്യോതിഷവുമായി ഇൻ്റർലിങ്ക് ചെയ്ത് കിടക്കുന്നു. നമുക്കൊരു പ്രൊഡക്റ്റീവ് സയൻസിൻ്റെ പാർട്ടാണ്. ഇതെല്ലാം ഉൾക്കൊണ്ട് തന്നെയാണ് വാസ്തുവിനെ നോക്കിക്കാണുന്നത്. വാസ്തുവിനെ ഒരു മെഗാ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ അതിന് നിങ്ങൾ ഇതാണെന്ന് വെച്ച് ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു രീതിയിനകത്ത് ഇത് ഒരു സാഗരമാണ് ശരിക്കും പറയും. ഇതിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ ഓരോ പുസ്തകങ്ങൾ പഠിക്കുമ്പോഴും ആധികാരികമായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വാസ്തു എന്ന് പറയുന്നത് നമ്മുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻ തരുന്ന ഒരു കൗൺസിലിംഗ് ടൂൾ എന്നുള്ള ആംഗിളിൽ വേണമെങ്കിൽ നമുക്ക് അതിനെ എടുക്കാം. കാര്യം ചില കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ദോഷമുണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒരു വാണിംഗ് ആണ്. ആ വാണിംഗ് ഉണ്ട്, നിങ്ങൾക്ക് ആ ദോഷം ഉണ്ടായിക്കോണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ വാണിങ്ങിൽ നിങ്ങൾ കുറച്ച് അലേർട്ടാവും. നിങ്ങളുടെ ഉള്ളിലേക്ക് അലേർട്ട്നെസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ അസ്ട്രോളജിയും വാസ്തുവൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനകത്ത് അദ്ദേഹം പറയുന്നത് 100% തട്ടിപ്പല്ല, അസ്ട്രോളജിയെ പോലെ 100% തട്ടിപ്പല്ല. അസ്ട്രോളജി 100% തട്ടിപ്പാണെന്ന് നിങ്ങളുടെ ആരാണ് പറഞ്ഞതെന്നുള്ളത് എനിക്കറിയില്ല. അത് നിങ്ങളുടെ ഒരു വിശ്വാസമായിരിക്കാം. ആ വിശ്വാസത്തിനെ ഒരു
ജനറൽ തിയറിയാക്കി മാറ്റണ്ട. ഒന്നാമത്തെ കാര്യം 100% തട്ടിപ്പല്ല എന്നൊക്കെ പറയുമ്പോൾ അസ്ട്രോളജി വിശ്വസിക്കുന്ന ആളുകളെല്ലാം മണ്ടന്മാരാണെന്ന് ഉള്ളൊരർത്ഥം വരും. അങ്ങനെയല്ല. അസ്ട്രോളജി അത് ഈക്വലി വളരെ വലിയ ഒരു സയൻസാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള വ്യാപ്തിയുണ്ട്. അതും ഈ പറഞ്ഞ പോലെ പണ്ട് കൗൺസിലിംഗ് ടൂളായിട്ടും അല്ലെങ്കിൽ പ്രഡിക്റ്റീവ് അസ്ട്രോളജി എന്ന് പറയുന്നത് നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ ചില സിറ്റുവേഷൻസിൽ വാൺ ചെയ്യുന്ന ഒരു രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. അതിന് ശരിക്കും അതിന് ഡീപ്പായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ട് അതിനെ വെറുതെ ഒരു കോമൺ റിമാർക്ക് കൊടുക്കുന്നതിൽ ഞാൻ അത് ശരിയായിട്ട് കാണുന്നില്ല. അങ്ങനെ ഒരു ഭാഗം നിങ്ങൾ പറയുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. ജോലി, ആരോഗ്യം ഇതിലൊന്നും വാസ്തുവിനെ അധികമായി വലിച്ചിരിക്കുന്നത്. പിന്നെ അതല്ലാതെ പിന്നെ എന്തിലേക്കാണ് വാസ്തുവിനെ വലിച്ചിഴക്കേണ്ടതെന്ന് കൂടെ പറയണം. വാസ്തു എന്ന് പറയുന്നത് ഒരു വേ ഓഫ് ലൈഫാണ്. വേ ഓഫ് ലൈഫിൽ ജോലി വളരെ ഇമ്പോർട്ടൻ്റാണ്, ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇതെല്ലാം തന്നെയാണ് നമ്മുടെ വേ ഓഫ് ലൈഫ് പറയുമ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ്. അപ്പം അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ അതൊന്നും വാസ്തുവിൽ പറയരുത്, അതിലേക്ക് വയസ്സിനെ വലിച്ചഴിക്കരുതെന്ന് പറയുന്നതിനകത്തൊരു വളരെ യുക്തിക്കുറവുണ്ട്. താങ്കളുടെ ആ കമൻറ്റിനെ താങ്കളുടെ അഭിപ്രായമായിട്ട് മാനിച്ചുകൊണ്ട് പറയട്ടെ. അത് എനിക്ക് തൽക്കാലം അത് നിരാകരിക്കുക എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ ആ കമൻറ്റിനെ ഞാനത് തള്ളിക്കളയുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. കാര്യം എന്ന് വെച്ചാൽ അത്തരത്തിലുള്ള കമൻറ്റുകൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു വിമർശനമോ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സജഷനോ ആയിട്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ അടുത്ത താഴെ ഫ്ലാറ്റുകളിൽ വാതിൽ തുറന്നാൽ മറ്റൊരു വാതിൽ എന്നാൽ ഫ്ലാറ്റുകളിൽ ഇതുണ്ട്, എന്താണ് പരിഹാരം? ഫ്ലാറ്റുകളിൽ ഇതുണ്ടെന്നുള്ളത് വളരെ കോമൺ ആണ്. പക്ഷേ അതിൻ്റെ വളരെ ബുദ്ധിമുട്ടാണ് ഫ്ലാറ്റുകളിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് പിരമിഡൽ കറക്ഷൻ പോലുള്ള വാസ്തു റെമഡി, അത്രയും ഭാഗം നിങ്ങളൊരു കൺസൾട്ടിങ്ങിന് വന്നു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞുതരാൻ പറ്റും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് പിരമിഡൽ കറക്ഷൻ പോലുള്ള കാര്യങ്ങളിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം അതിൻ്റെ എഫക്റ്റുകൾ നള്ളിഫൈ ചെയ്യുക അല്ലെങ്കിൽ ന്യൂട്രലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ നല്ല ഇപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇപ്പം അതൊന്നും ഇപ്പം നമ്മൾ എടുത്ത് പറയുന്നില്ല. അതുപോലെ തന്നെ ഈ പണം ഇരട്ടിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് പേര് നല്ല കമൻസ് ഒക്കെ. കാര്യം എന്ന് വെച്ചാൽ പണം എല്ലാവർക്കും ഒരു കാരണം പണം അർത്ഥം കാക്ഷിക്കരുതെന്നെങ്കിലും നമ്മുടെ ഭാരതത്തിലെ ഒരു ശാസ്ത്രത്തിലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൗട്ടില്യൻ്റെ അർത്ഥശാസ്ത്രമൊക്കെ ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് ഒരിക്കലും പൈസ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നൊന്നും നമ്മുടെ ശാസ്ത്രം. പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പൈസ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റായിട്ടൊന്നും അത് ചിലർ പറയുന്നത് ഇന്ത്യയിൽ നെഗറ്റീവ് ഫിലോസഫിയാണ് പൈസ, അങ്ങനെ തെറ്റാണ്. അത് ഇന്ത്യൻ ഫിലോസഫി നേരെ പഠിക്കാത്ത ആൾക്കാരാണ് അങ്ങനെ പറയുന്നത്. പിന്നെ വടക്ക് കിഴക്ക് അടുക്കള പടിഞ്ഞാറ് കൂടി വലുതാക്കിയപ്പോൾ സൂത്രം അടുക്കളയിലൂടെ കടന്നു പോകുന്നതിന് കുഴപ്പമുണ്ട്, വാതിൽ വടക്കോട്ട് തുറക്കാവുന്ന രീതിയിലാണ് പ്ലീസ് റിപ്ലൈ. തീർച്ചയായിട്ടും അതിനകത്ത് അടുക്കളയിലോട്ട് കടന്നു പോയെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. സൂത്രത്തിൻ്റെ കറക്റ്റ് വണ്ണം കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അതിനൊരു കണക്കുണ്ട്. അപ്പോൾ ആ കണക്ക് കൃത്യമായിട്ടൊന്ന് വാസ്തു വിശകലനം ചെയ്തിട്ട് വേണം ആ സൂത്രത്തിൻ്റെ വണ്ണം കറക്റ്റാണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മളത് കടന്നു പോയി കഴിഞ്ഞാൽ അത് ഗുണമേ ഉള്ളൂ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്ക് കിഴക്ക് അടുക്കള പടിഞ്ഞാറ് കൂടി വലുതാക്കുമ്പോൾ സൂത്രം അടുക്കളയിലൂടെ കടന്നു പോകുന്നു, കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ, കുഴപ്പമില്ല. വടക്കോട്ട് തുറക്കാവുന്ന രീതിയിലാണ്. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല. അത് സൂത്രം ഭേദം വരാത്ത രീതിയിൽ അല്ലെങ്കിൽ സൂത്രത്തിന് തടസ്സം വരാത്ത രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. സൂത്രം എവിടെ കൂടെ പോകുന്നു എന്നുള്ളതൊന്നും ഒരു വിഷയമല്ല. ബാത്റൂമിലൂടെ പോകുന്നതും പോലും അലോഡാണ് പലപ്പോഴും. പക്ഷേ ബാത്റൂം എപ്പോഴും തുറന്നിടുന്നൊരവസ്ഥ വരാത്തതുകൊണ്ട് അതിന് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരാളുടെ അഭിപ്രായം പോലിട്ട് സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വന്നാൽ സ്ത്രീകൾക്ക് കുഴപ്പമില്ലേ? പ്രാക്ടിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ ചൂട് കാരണം പാചകം ചെയ്യുമ്പോഴുള്ള ചൂടും സൂര്യപ്രകാശം കൊണ്ടുള്ള ചൂടും കൊണ്ട് പാചകം ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? ഇതിനകത്ത് ഇത് തെറ്റായ ഒരു ധാരണയാണ് കേട്ടോ. അപ്പോൾ സൗത്ത് ഈസ്റ്റിൽ കിച്ചൺ വന്നാൽ സ്ത്രീകൾക്ക് കുഴപ്പം ഉണ്ടെന്ന് ആരാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ തെറ്റാണ്. ശാസ്ത്രത്തിലെങ്ങും പറയാത്ത കാര്യങ്ങളാണ് ഈ പറഞ്ഞ ആരെങ്കിലും അത് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ കാര്യമാണെന്ന് ഞാൻ പറയുള്ളൂ. അങ്ങനെ ഒരു പ്രോബ്ലമൊന്നുമില്ല, സ്ത്രീകൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ പറഞ്ഞാൽ ഇടയ്ക്കൊരു സ്ത്രീ ഡോമിനേഷൻ അല്ലെങ്കിൽ മെയിൽ ഡോമിനേഷൻ എങ്ങനെ വരുന്നു എന്നൊക്കെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ തന്നെ അത് പറഞ്ഞു, ആ വീഡിയോ നിങ്ങൾ റെഫർ ചെയ്ത് അറിയാൻ പറ്റും. അതിനകത്ത് ചില പൊസിഷനുകളിൽ വീട്ടിലെ പുരുഷൻ്റെ ഡോമിനേഷൻ കൂടും, ചില പൊസിഷനിൽ സ്ത്രീകളുടെ ഡോമിനേഷൻ കൂടും. പക്ഷെ അല്ലാതെ ഒരു ദോഷം എന്നുള്ള ആംഗിളിലൊന്നും ഞാൻ അത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സംഭവമില്ല. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചൂട് കാരണം പാചകം ചെയ്യുമ്പോൾ ചൂടും സൂര്യപ്രകാശവും കൊണ്ടുള്ള ചൂടും ഇത് അവിടെ സൗത്ത് ഈസ്റ്റ് ഭാഗത്ത് ചൂട് ഉണ്ടെന്നുള്ളതല്ല. അതിനകത്ത് അഗ്നിയുടെ
പഞ്ചഭൂതാത്മകമായിട്ടുള്ള സ്ഥാനം, അഗ്നിയുടെ സ്ഥാനമാണ് അഗ്നികോണം എന്ന് പറയുന്നത്. അപ്പോൾ അഗ്നിയുടെ പ്രസൻസ് എനർജി ലെവലിൽ അവിടെ അഗ്നിക്ക് പ്രോണായ ഒരു സോൺ എന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചൂട് കൊടുക്കുന്നു ആ ചൂട് അവിടെ കാണുള്ളൂ, അല്ലാതെ അവിടെ കൂടുതൽ ചൂടാവുന്നൊരു അർത്ഥമില്ല കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പം അഗ്നികോണിൽ എപ്പോഴും ചൂടാக കാണും, അപ്പം എൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ ഈശാന്യകോണിൽ എപ്പോഴും വെള്ളം കാണും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അങ്ങനെയല്ല, നമ്മളവിടെ അഗ്നിയുടെ ആക്ടിവിറ്റീസ് കൂട്ടുക എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ ആക്ടിവിറ്റീസ് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ വീട്ടിലൊരു അഗ്നി ആക്ടിവിറ്റി നടക്കുന്നത് കിച്ചണിലാണ്. അപ്പോൾ അതുകൊണ്ട് കിച്ചണിൽ ആക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിനെ കിച്ചണിൽ എപ്പോഴും ചൂടുണ്ടാവും എന്ന് ചിന്തിക്കുന്നത് ഒരു റോങ് വേ ഓഫ് തോട്ടാണ് കേട്ടോ. അങ്ങനെ ചിന്തിക്കരുത്. വടക്ക് പടിഞ്ഞാറ് ഭാഗം കട്ടാണല്ലോ സാർ, എന്തെങ്കിലും പരിഹാരമുണ്ട്? വടക്ക് കിഴക്ക് എക്സ്റ്റെൻഡ് ആണ്, അത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. വടക്ക് കിഴക്ക് എക്സ്റ്റെൻഡ് ആകുന്നത് നല്ലത് തന്നെയാണ്. പർപ്പസ്ലി എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊന്നുമില്ല. എക്സ്റ്റെൻഡായി കിടക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അത് പറയുന്നതിൻ്റെ പിന്നിലൊരു റീസൺ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ അത്തരം വീഡിയോയിൽ ഞാനത് പലതും നോട്ട് ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, അല്ല വടക്ക് കിഴക്ക് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് വീടിന് നല്ല, പക്ഷേ വടക്ക് പടിഞ്ഞാറ് ഒളിഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. പരിഹാരം എന്ന് പറയുന്നത് മണ്ഡലീകരണമാണ്. ആ ഒരു ഭാഗം നീങ്ങുന്ന രീതിയിൽ മണ്ഡലത്തിനെ തിരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പരിഹാരങ്ങളൊന്നുമില്ല അതിനകത്ത്. പിന്നെ അതിൻ്റെ എഫക്റ്റ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിരമിഡൽ കറക്ഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. വടക്ക് കിഴക്കേ മൂലയിൽ കോയിൻ അകത്താണോ പുറത്താണോ സാർ? കോയിൻ അകത്താണോ പുറത്താണോ? ഓക്കെ, ഈ വീഡിയോ പണം ഒഴുകും ആ വീഡിയോയിലാണ്. അപ്പോൾ അത് വടക്ക് കിഴക്ക് ഭാഗത്ത് കോയിൻ അകത്ത് വയ്ക്കുന്നതാണ് ബെനിഫിഷ്യലായിട്ട് വരുന്നത് എപ്പോഴും. സർ, സൗത്ത് ഈസ്റ്റാണ് കിച്ചൺ വരുന്നത്. ഒരു പുതിയ വർക്ക് ഏരിയ പ്ലാൻ ചെയ്യുന്നുണ്ട്. സൗത്ത് സൈഡിൽ വീടിനോട് ചേർന്ന് ബ്ലെൻഡും സ്ലാബും പഴയ വീടിൻ്റെ ഈക്വൽ ആയി ചെയ്യാൻ പറ്റുമോ? ഈക്വലാക്കി വടക്കോട്ടാണ് വീടിന് ഫേസിങ്. സൗത്ത് ഈസ്റ്റാണ് കിച്ചൺ വരുന്നത് ഇപ്പോൾ. അപ്പം ഒരു പുതിയ വർക്ക് ഏരിയ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. സൗത്ത് സൈഡിൽ വീടിനോട് ചേർത്ത് സ്ലാബും പഴയ വീടിൻ്റെ ഈക്വൽ. എപ്പോഴും എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കിഴക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തുമാണ് എക്സ്റ്റൻഷൻ ചെയ്യേണ്ടത്. തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും എക്സ്റ്റൻഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ പ്രിൻസിപ്പിൾ. വടക്കോട്ട് വീടിൻ്റെ ഫേസിങ് വരുന്നതെന്ന് ഓക്കെ. പഴയ വീടിന് ഈക്വലായിട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ഈ നോർത്തിലോട്ടോ ഈസ്റ്റിലോട്ടോ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ നോക്കുക. അതായിരിക്കും എപ്പോഴും നല്ലതെന്ന് പറയുന്നത്. ടൗണിൽ 3 സെൻറ്റ് വീട് വയ്ക്കുന്നവൻ എന്ത് ചെയ്യും? അവിടെ പ്ലോട്ട് സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ഥാനം പറഞ്ഞ വീഡിയോക്കകത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ടൗണിൽ 3 സെൻറ്റ് വീട് വയ്ക്കുന്നവൻ എന്ത് ചെയ്യും? അവിടെ പ്ലോട്ടിൻ്റെ കിടപ്പനുസരിച്ച് പ്രാക്ടിക്കലായി നോക്കിയിട്ട് കാര്യമുള്ളൂ. നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് നോക്കിയിട്ട് ചെയ്യുക. പിന്നെ സ്ഥാനം തെറ്റാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ എത്ര ചെറിയ പ്ലോട്ടാണെങ്കിലും നോർത്ത് വെസ്റ്റ് ഭാഗം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്ത് അവിടെ സെപ്റ്റിക് ടാങ്ക് വയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ നമുക്കൊരു 3 സെൻറ്റ് പ്ലോട്ട് ആയതുകൊണ്ട് എവിടെയെങ്കിലും തോന്നിയ പോലെ വയ്ക്കുക എന്ന് പറയുന്നത് വാസ്തുവിരുദ്ധതയാണ്. അത് ചെയ്യരുത്. ഞാൻ പുരുഷാർത്ഥങ്ങളും ദർശനങ്ങളും എന്ന് പറയുന്നതിനകത്ത് ഏറ്റവും നല്ല ദർശനങ്ങളെ പറ്റിയും അതിൻ്റെ ഓരോ എഫക്റ്റുകളെ പറ്റി, അപ്പോൾ അതിലൊരാൾ ചോദിച്ചിരിക്കുന്നു ഏറ്റവും നല്ല ദർശനം മോക്ഷമല്ലേ എന്ന്. അദ്ദേഹത്തിന് മോക്ഷമാണ് നല്ല ദർശനമെന്ന് തോന്നിക്കഴിഞ്ഞാൽ മോക്ഷത്തിൻ്റെ കാറ്റഗറി സെലക്ട് ചെയ്യും. ഓരോ വ്യക്തികളനുസൃതമായ ചോയ്സാണ് അവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഏത് ദർശനം വേണം, ഏത് പുരുഷാർത്ഥവുമായി നിൽക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നോക്കി അത് നിങ്ങൾ ചെയ്യുക. സൗത്ത് ഈസ്റ്റ് അഗ്നിമൂലയിൽ അവിടെ അക്വേറിയം, സൗത്ത് ഈസ്റ്റിൽ അക്വേറിയം വയ്ക്കുന്നത് വളരെ നല്ലതാണ്. അഗ്നിമൂല ആയതുകൊണ്ട് പ്രോബ്ലമൊന്നുമില്ല. അക്വേറിയത്തിൻ്റെ കാര്യത്തിൽ അത് സൗത്ത് ഈസ്റ്റ് പരിഗണിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു വീഡിയോയുടെ കമൻസുകളാണ് ഇതിൽ ആൻസർ ചെയ്തിരിക്കുന്നത്. ഇനി തുടർന്നും കമൻ്റ് ഇടുക, വീഡിയോകൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം ഓപ്പണായിട്ട് പറയുക. അതിനകത്ത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ അംഗീകരിക്കുകയുള്ളൂ എന്നേ ഉള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ക്രിയാത്മകമായിട്ടുള്ള വിമർശനങ്ങൾ സ്വാഗതമാണ്. ക്രിയാത്മകമല്ലാത്ത വിമർശനങ്ങൾ കഴിയുന്നത് വെറുതെ സമയം നഷ്ടപ്പെടുത്താതിരിക്കുക. നിങ്ങളുടെ എൻ്റെ സമയം പോകും എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോ ഉപയോഗിക്കാൻ ശ്രമിക്കുക. വീഡിയോയുടെ കണ്ടൻറ്റുകളെ നിങ്ങൾക്ക് അനുയോജ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക, നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ വാസ്തു എന്ന് പറയുന്നത് ഒരിക്കലും ഒരു തട്ടിപ്പോ അല്ലെങ്കിൽ ഒരു ഈ പറഞ്ഞ പോലെ കബളിപ്പിക്കലോ ഒന്നുമല്ല. വാസ്തു ഒരു നല്ല വേ ഓഫ് ലൈഫാണ്. അതിൻ്റെ പ്രിൻസിപ്പിൾ പുതിയ രീതിയിൽ അവതരിപ്പിക്കുക എന്ന് മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത്. നിങ്ങൾ നല്ല രീതിയിൽ അതിനെ ഉപയോഗിക്കുക. ഇത്രയും പറഞ്ഞ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു നല്ല വീഡിയോ നിങ്ങൾ എത്തുന്നത്. നന്ദി, നമസ്കാരം.